ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. നമ്മളുടെ കൂടെ ഇന്ന് ചേരുന്നത് വിശിഷ്ട ഒരു വ്യക്തിയാണ്. മുഹമ്മദ് മുഹമ്മദ് ഹനീഷ് IAS ആണ്. നമസ്കാരം സാർ. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ ഇത്രയും മികച്ച ഒരു രീതിയിൽ? കേരള സർക്കാരും വ്യവസായ വകുപ്പും ഗണ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഒരുപാട് നിയമപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവയുടെ എല്ലാം പരിണതഫലം എന്ന നിലയിൽ രാജ്യമെങ്ങും നടത്തിയ റോഡ് ഷോസും വിവിധ മേഖലകൾ തിരിച്ചുള്ള ചർച്ചകളും എല്ലാം ചേർന്നുകൊണ്ട് അതിൻ്റെ ഒരു മൊത്തത്തിലുണ്ടാക്കിയെടുത്ത ഒരു ആവേശവും അതോടൊപ്പം തന്നെ ഗണ്യമായ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും എല്ലാം ചേർന്ന നല്ല ജനപങ്കാളിത്തം ഇന്ന് കാണുന്നു. ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? ഏറ്റവും മികച്ച പ്രതികരണം, ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു കാര്യം ഇവിടെ ചെയ്യാൻ സാധിക്കും. ഇവിടെ സൃഷ്ടിപരമായ കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ സ്വീകരണം ലഭിക്കുവാനുള്ള അവസ്ഥയുണ്ട്. സർക്കാരും സമൂഹവും നല്ല കാര്യങ്ങളെ, നല്ല പദ്ധതികളെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നമ്മുടെ കാലാവസ്ഥ ഒരു വല്ലാത്തൊരു അനുകൂലം എല്ലാ രീതിയിലും. അതായത് നമുക്ക് ബീച്ച് സൈഡിലാണെങ്കിലും എല്ലാ 3 കിലോമീറ്റർ അല്ലെങ്കിൽ 3 മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ പ്രകൃതിയുടെ എല്ലാ രീതിയിലും കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രകൃതിയും നമുക്ക് ഈ ബിസിനസ്സിലേക്ക് എത്തുന്നതിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥലമാണ് കേരളം എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അല്ല, പ്രകൃതിയുടെ വൈവിധ്യതകൾ, ജനവിഭാഗങ്ങളുടെ പ്രത്യേകതകൾ അവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് നേച്ചർ, പീപ്പിൾ, ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഉത്തരവാദിത്തമുള്ള വ്യവസായം, ഉത്തരവാദിത്തമുള്ള നിക്ഷേപം എന്നതാണ് നമ്മുടെ വ്യക്തമായ ബൈലൈൻ. അതുതന്നെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിന് അനുഗുണമായ ജനങ്ങൾക്ക് ചേരുന്ന തരത്തിലുള്ള വ്യവസായങ്ങളാണ് ഇവിടെ സ്വീകാര്യം എന്ന വ്യക്തമായിട്ടുള്ള ഒരു തത്വമാണ് അവിടെ അന്തർലീനമായിട്ടുള്ളത്. എന്തായാലും വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം പങ്കുവച്ചതിന് വളരെയധികം നന്ദി.